അതിവൈകാരികമായ രംഗങ്ങളാണ് അർജുൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആംബുലൻസിന് പുറത്തേക്ക് എടുക്കുകയാണ്. വഴിയിലുടനീളം കാത്തുനിന്ന ലോറി ഉടമകളും ട്രക്ക് ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളും സാധാരണ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമൊക്കെ അർപ്പിച്ച പുഷ്പചക്രമാണ് ആ മൊബൈൽ മോർച്ചറിയുടെ മുകളിലുള്ളത്. സന്ദീപ് തോമസ് ഉണ്ട്, KM ബിജു ചേരുന്നുണ്ട്. ബിജു, 7 മണിക്ക് ഇവിടെ നിന്ന് എനിക്ക് ഇതുവരെ ബിജുവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായ കുടുംബത്തിൻ്റെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ശബ്ദം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ബിജു ആണ്. പറയൂ ബിജു. ബിജുവിലാണ് യഥാർത്ഥത്തിൽ വാർത്തയുടെ ഒരു തുടക്കം. ഇപ്പോൾ ഇതാ ഈ രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അർജുനെ അർജുന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു അർജുനെ ജീവനോടെ കണ്ടെത്താൻ, അല്ലേ? അതിപ്പോൾ തീർച്ചയായും അന്ന് ആ ദിവസം ഓർമ്മയുണ്ട്. മഴക്കെടുതികൾ ഉള്ള ഒരു ദിവസമായിരുന്നു. പിറ്റേ ദിവസം അലർട്ടൊക്കെ ഉള്ളതായതുകൊണ്ട് നമ്മുടെ വലിയ മുൻകരുതലിൻ്റെ ഒക്കെ ഭാഗമായി ഇരിക്കുമ്പോഴാണ് ബ്യൂറോ ചീഫ് സന്ദീപ് തോമസ് തന്നെ എന്നോട് ഈ ഒരു വിവരം പറയുന്നത്. തുടർന്ന് നമ്മൾ അവരുടെ വീട്ടിൽ MK രാഘവൻ്റെ വീട്ടിൽ അവർ നമ്മെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, സുവർണ ഉൾപ്പെടെ സംവിധാനങ്ങൾ കർണാടകയിൽ ഉള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ വാർത്ത പുറം ലോകത്തെത്തിയാൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രയോജനം ചെയ്യുമെന്നായിരുന്നു ഈ സഹോദരി ആദ്യം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷയോട് നമ്മൾ 100% നീതി പുലർത്തി. നമ്മളത് വലിയ വിഷയമാക്കി മാറ്റി. പിറ്റേന്ന് തിരച്ചിലിനൊക്കെ ആക്കം കൂട്ടുന്നതിൻ്റെ ആണിക്കല്ല് നമ്മളെടുത്ത ഒരു ഇടപെടലായിരുന്നു. നമുക്ക് അർജുൻ വിട്ടുപോയതിൽ ഒരു വൈകാരികമായ വലിയ രീതിയിലുള്ള വിഷമമുണ്ട്. അർജുൻ ഇപ്പോൾ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട അർജുൻ്റെ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അധ്വാനിച്ച് അർജുൻ ഉണ്ടാക്കിയ വീട്ടിലേക്ക് അർജുൻ്റെ ചേതനയറ്റ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ ഉൾപ്പെടെ ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാൻ ഇപ്പോൾ അല്പസമയത്തിനകം അങ്ങോട്ട് എത്തുകയാണ്. ഈ ദിവസം ഒരുപക്ഷെ ഇത്രയും ദിവസം ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഈ തെരച്ചിൽ തുടങ്ങി വലിയ രീതിയിലുള്ള പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. അവർ പലപ്പോഴും നമ്മളോട് അർജുൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വലിയൊരു വിശ്വാസം തുടക്കത്തിലൊരു 4 ദിവസം അവർ പങ്കുവച്ചിരുന്നു. പിന്നീട് പതുക്കെ ആ പ്രതീക്ഷ മങ്ങിപ്പോകുന്നു. ഒടുവിൽ അർജുൻ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തുന്നു. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു മനുഷ്യൻ എവിടെയെങ്കിലും പോയാൽ അദ്ദേഹം മരിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പ് വരുത്തിയാലും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ഉള്ളിനുള്ളിൽ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ടാകും. മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുമെന്ന ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം അതല്ല എങ്കിൽ പോലും അതൊക്കെ അവസാനം കഴിഞ്ഞ ദിവസം വന്നു. 72-ാം ദിവസം അർജുൻ്റെ ശരീരഭാഗം കിട്ടി. ഒരുപക്ഷെ ഇവരെ ഒരു അനുഗ്രഹിച്ച ഒരു കാര്യങ്ങളിലൊന്ന് ഗംഗാവലി പുഴയിലൂടെ അർജുൻ അങ്ങ് ഒഴുകിപ്പോയിട്ടുണ്ടാകും. ഒരിക്കൽ പോലും അർജുൻ്റെ ശരീരഭാഗം കിട്ടില്ല എന്ന തീർപ്പ് ചില ആളുകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തു തന്നെ ശ്രമം നടത്തിയാലും അർജുനൻ്റെ ശരീരഭാഗം കിട്ടിയേ തിരിച്ചു വരൂ എന്ന ആർജവം, വിശ്വാസം, അതിനുള്ള ശ്രമം ആ കുടുംബം ഒറ്റക്കെട്ടായി നടത്തി. വലിയ ശ്രമങ്ങൾ കൂടി ഉണ്ടായി. ആ വീടിന്റെ മുറ്റത്തേക്ക് അർജുന്റെ ഭൗതിക ശരീരം എത്തി. ആദ്യം അകത്തേക്ക് പോവും. കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഏറ്റവും സ്വകാര്യമായ നിമിഷമാണ്, ഏറ്റവും വേദനയുള്ള നിമിഷമാണ്. കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ അവിടേക്ക് നമ്മുടെ സാന്നിധ്യം അവിടേക്ക് ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത്. കാരണം അവരുടെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളാണ് അത്. ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കുക. അതിനുശേഷം അർജുൻ്റെ വീടിൻ്റെ മുറ്റത്ത് പൊതുദർശനം ഉണ്ടായിരിക്കും. അത് എത്ര സമയം എടുക്കും, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടി. സന്ദീപ്, ഷിജു ചേരുന്നു. ഷിജു, പറയൂ. അഭിജി, അർജുന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചു. വീട്ടിനകത്ത് ഇനി ബന്ധുക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകുക. ഒരുപാട് ആളുകളുണ്ട്. എത്ര പേർക്ക് അർജുനെ കാണാൻ കഴിയും എന്നത് വ്യക്തമല്ല. പക്ഷേ പരമാവധി ആളുകൾക്ക് ഒരു നോക്ക് കണ്ട് അർജുനെ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രത്തിലൂടെ കണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി നേരിട്ട് പരിചയപ്പെട്ട് വന്നവരല്ല. ഒരു പേരിലൂടെ മാത്രം പരിചയമുള്ളവരാണ്. അവർക്ക് അർജുൻ എന്നൊരു രൂപം മനസ്സിലുള്ളത് നമ്മളെല്ലാം കാണുന്ന ഒരു ചിത്രം മാത്രമാണ്. ആ ചിത്രത്തിലൂടെ മാത്രം പരിചയമുള്ള അർജുനെ തേടിയാണ് ഈ ആളുകളെല്ലാം ഈ കണ്ണാടിക്കൽ
റോഡ് എന്ന് പറയുന്നത് ഒരു സാഗരം പോലെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രയേറെ ആളുകൾ ഉണ്ടായിരുന്നു, നാനാ തുറകളിൽപ്പെട്ട ആളുകൾ. ഒരു സാധാരണ ഒരു ലോറി ഡ്രൈവർ, അദ്ദേഹം ഒരു നാടിന് പ്രിയങ്കരനായി മാറി. കഴിഞ്ഞ കുറേ കാലത്തെ നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച് ഉള്ള ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നാടിന്റെ ഒരാവശ്യമായി ഉയർന്നു വന്നപ്പോഴാണ്, അങ്ങനെയാണ് നാട് ഐക്യപ്പെട്ടപ്പോഴാണ്, ആ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അർജുന്റെ ഈ യാത്രയയപ്പ് ചടങ്ങിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അർജുന്റെ മൃതദേഹം വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അവിടെ വെച്ച് അർജുന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും അമ്മയ്ക്കും സഹോദരിക്കും ആ കൊച്ചു കുഞ്ഞിനുമെല്ലാം അന്ത്യോപചാരം അർപ്പിക്കണം. അന്ത്യചുംബനം നൽകാൻ മുഖമില്ലാത്ത ഒരു ശരീരഭാഗമാണ് കിട്ടിയത്. പക്ഷേ ആ മൃതദേഹത്തിൽ അന്ത്യചുംബനം അർപ്പിക്കാനുള്ള അവരുടെ സ്വകാര്യമായ ഒരു ചടങ്ങ് വീടിനകത്തേക്കുണ്ട്. അതിനുശേഷമാണ് പൊതുജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകുക. അതെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കി വീടിനോട് ചേർന്ന് അർജുന്റെ കഴിഞ്ഞ കുറേ നാളത്തെ അധ്വാനത്തിന്റെ ഭാഗമായി ഒരു പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല, ഒരു ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു വീട്. ആ വീടിനോട് ചേർന്ന് തന്നെ അർജുന് ചിതയൊരുക്കിയിട്ടുണ്ട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക. കുറേ കാലമായി, ഏതാണ്ട് 72 ദിവസമായി പലതരത്തിൽ പല ദേശത്ത് ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ ഒരു രക്ഷാ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു വിവിധ 2 സർക്കാരുകൾ ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു രക്ഷാ പ്രവർത്തനം. അങ്ങനെ അതിന്റെ എല്ലാം ഒടുവിൽ ഒരു നല്ല നിശ്ചയദാർഢ്യത്തോടെ നിന്നപ്പോൾ മനാഫ് പറയുന്നത്, ഒരു സാധാരണ മനുഷ്യന് കിട്ടാവുന്ന അതിന്റെ അങ്ങേയറ്റത്ത് അങ്ങനെ ഉറച്ചു നിന്നാൽ നമുക്ക് ഏതറ്റം വരെയും പോയി ഒരു തെരച്ചിൽ ഒരു സംഭവം നേടിയെടുക്കാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് മനാഫ് പറയുന്നത്. ആ ഗംഗാവലി പുഴയിൽ നിന്ന് 72 ദിവസത്തിന് ശേഷം അത്ര ദുർഘടമായ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടും ആ ലോറി ഉയർത്താൻ കഴിഞ്ഞത് അതൊരു പ്രതീകമാണെന്ന് മനാഫ് പറയുന്നു. അതുപോലെ തന്നെ അർജുൻ എന്നുള്ളത് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രതീകമായി നിൽക്കുകയാണ്. സ്നേഹത്തിന്റെ, മലയാളികൾ ഐക്യപ്പെട്ടതിന്റെ, അങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ അർജുൻ എന്നൊരു പേര് അത് മലയാളികളുടെ മനസ്സിൽ കൊത്തിവെച്ച ഒന്നായി മാറുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുകയും ചെയ്തത്. ഇനി അല്പസമയത്തിനകം അർജുൻ മടങ്ങും. അർജുന്റെ പ്രിയപ്പെട്ട നാട്ടിൽ, അർജുന്റെ പ്രിയപ്പെട്ട വീടിനോട് ചേർന്ന മണ്ണിലേക്ക് അർജുൻ മടങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ നടക്കുമ്പോഴെല്ലാം അർജുന്റെ സഹോദരൻ അഭിജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അഭിജിത്ത് വളരെ വൈകാരികമായി ഈ ക്യാബിൻ പുറത്തേക്കെടുത്തപ്പോൾ ഓടിച്ചെന്ന് തന്റെ സഹോദരൻ ആ ലോറിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളും അതുപോലെ മറ്റ് വിരിപ്പും മറ്റ് ഉപകരണങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട്, ഇതെല്ലാം എൻ്റെ ചേട്ടൻ്റെതാണ്, ഇതെല്ലാം തനിക്ക് കൊണ്ടുപോകണം, ഇതാണ് ഇനി ചേട്ടൻ്റെ ഓർമ്മ, അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത്രയേറെ വൈകാരികമായിട്ടാണ് കുടുംബം. ഇനി അവർക്ക് സൂക്ഷിക്കാൻ അത്തരം കാര്യങ്ങൾ മാത്രമാണുള്ളത്. അർജുൻ നൽകിയിട്ടുള്ള ഒരു ഓർമ്മ മാത്രമാണുള്ളത്. മലയാളികളുടെ മനസ്സിലും അതൊരു വലിയ ഒരു ഓർമ്മയായി തന്നെ നിലനിൽക്കും. അങ്ങനെ ഒരു യാത്രാമൊഴി, അതിനുള്ള നടപടികളാണിപ്പോൾ. ശരിയാണ് ഷിജു പറഞ്ഞ പോലെ അർജുൻ ഇനി ജനമനസ്സുകളിലെ ആഴങ്ങളിലാണ് ഉണ്ടാവുക. കാരണം ഷിരൂരിലെ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ലോറിയോടൊപ്പം കാണാതായി 72 ദിവസം പുഴയുടെ അടിത്തട്ടിൽ അർജുൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അസാധാരണമായ ദൗത്യത്തിലൂടെ അർജുനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 14 മണിക്കൂറിലധികം നീണ്ട യാത്രയിൽ അർജുന്റെ ജന്മദേശമായ കണ്ണാടിക്കലിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു. അതിവൈകാരികമായ നിമിഷങ്ങളാണ് ഈ മണിക്കൂറുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, ഉറ്റവർക്കരികിലേക്ക് അർജുൻ എത്തിയിരിക്കുകയാണ്. ചേതനയേറ്റ ശരീരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 72 ദിവസം വെള്ളത്തിനടിയിൽ ട്രക്കിന്റെ ക്യാബിനിൽ കുടുങ്ങിക്കിടന്ന ശരീരമാണ്. പക്ഷേ അന്ത്യോപചാരം അർപ്പിക്കാനെങ്കിലുമുള്ള ഒരു അവകാശം ഒരമ്മയ്ക്കുണ്ട്. അതിനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാകണം എന്ന നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ആ അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു ഉത്തരം, വ്യക്തമായൊരു ഉത്തരമായി, ഒരു ആശ്വാസമായി ആണ് അർജുന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയത്. 11 മണിക്കാണ് വീട്ടുവളപ്പിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ കാത്തു നിൽക്കുന്നത് ആയിരങ്ങളല്ല, 10,000ങ്ങളാണ്. കണ്ണാടിക്കൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിൽ ഏതാണ്ട് ആംബുലൻസിന്റെ അതേ വീതിയിൽ കിലോമീറ്ററുകൾ നീണ്ട ജനസഞ്ചയം ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു.